ഗോവർദ്ധനനും ബാലചന്ദ്ര മേനോനും തിരികെ വീട്ടിലെത്തി. ബാലചന്ദ്രൻ പറയുകയാണ്, ഞാൻ പറഞ്ഞതും നീ അറിഞ്ഞതും ഒന്നും പുറത്ത് ആരോടും പറയണ്ട, ആരും ഒന്നും അറിയരുത് എന്ന് പറഞ്ഞു. അതെനിക്കറിയാൻ ബാലേട്ടാന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് കയറുകയാണ്. അകത്ത് കയറിയിട്ട് ബാലചന്ദ്ര മേനോൻ ഉറക്കെ അലീനയെ വിളിക്കുന്നു. അലീന വന്നപ്പോൾ പറഞ്ഞു, ഗോവർദ്ധന ഒരു ചായ കൊടുക്ക്, ഞാൻ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാമെന്ന് പറഞ്ഞു. അലീന വന്നപ്പോൾ ഗോവർദ്ധനൻ അലീന തന്നെ നോക്കി നിൽക്കുകയാണ്. എല്ലാം അറിഞ്ഞതിന് ശേഷമുള്ള ഗോവർദ്ധനൻ്റെ ആ നോട്ടം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അലീന ചായ എടുക്കാൻ വേണ്ടി പോയി. ഗോവർദ്ധനെ കണ്ടപ്പോൾ ബബിതയും കൃഷ്ണമോളും കൂടി ചോദിക്കുന്നുണ്ട്, പോയ കാര്യമൊക്കെ എന്തായി, എവിടെയൊക്കെയാണ് പോയതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഗോവർദ്ധന ഒന്നും പറയുന്നില്ല. അച്ഛൻ പറഞ്ഞു കാണുമല്ലേ ആരോടും ഒന്നും പറയരുതെന്ന്, എന്നോടൊന്നും ചോദിക്കല്ലേ, എല്ലാം ബാലേട്ടൻ പറയുമെന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധനൻ പോവുകയാണ്. പോകുമ്പോൾ ഗോവർദ്ധനൻ തിരിഞ്ഞ് അലീനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ബബിത പറയുകയാണ്, എനിക്ക് തോന്നുന്നത് അലീന ചേച്ചിക്ക് പറ്റിയ ഷെൽട്ടർ കണ്ടുപിടിച്ചിട്ടാണ് അവർ വന്നതെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. കൃഷ്ണമോളും രോഹിത്തും എല്ലാവരും അലീന പോകുന്നത് ഓർത്ത് വിഷമിച്ച് നിൽക്കുകയാണ്. ബാലചന്ദ്ര മേനോൻ റൂമിലെത്തിയപ്പോൾ മനുവിൻ്റെ കോൾ വന്നു. മനു ചോദിച്ചു, അങ്കിൾ എവിടെയാണ് പോയത്? നീലഗിരിയിൽ പോയിരുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് സ്റ്റാൻലി ജോസഫിനെ കാണാൻ പോയില്ലേ? ഇതൊക്കെ നിന്നോട് ആര് പറഞ്ഞടാ എന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ അറിഞ്ഞു. എങ്കിൽ സ്റ്റാൻലി ജോസഫിനെ കണ്ടോ? കണ്ടു. അലീനയുടെ കാര്യം പറഞ്ഞു. മകളായി അംഗീകരിച്ച് കൂട്ടിക്കൊണ്ട് പോകാമെങ്കിൽ വിട്ടുതരാമെന്ന് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്. അയാൾ ആലോചിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. നീ ഇതൊക്കെ ഒരു കാരണവശാലും അലീനയോട് പറയരുത്. ചിലപ്പോൾ ഇനി അയാൾ അവളെ വേണ്ടെന്ന് വെച്ചാൽ ആ ദുഃഖം കൂടി അവൾക്ക് താങ്ങാൻ കഴിയില്ല. അച്ഛനും വേണ്ടാത്ത കുട്ടിയാണ് എന്നുള്ള വേദന കൂടി അവൾ അറിയാതിരിക്കട്ടെ. നിന്നോട് ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ നീലഗിരിയിൽ നിന്ന് ഗംഗാധരൻ അങ്കിൾ വന്നിട്ടുണ്ട്, അങ്കിളാണ് പറഞ്ഞത്. ഓ, ഗംഗേട്ടൻ വന്നിട്ട് പോയില്ലേ? എന്തൊക്കെയാണ് അജണ്ട? അത് വൈജയന്തി ആൻറ്റിയെ തിരിച്ച് വീട്ടിലെത്തിക്കണം, പിന്നെ അലീനയെ പോകാതെ പിടിച്ചു നിർത്തണം. എന്തായാലും ഇത് രണ്ടും നടക്കില്ലല്ലോ. എന്തായാലും മനു, നീ ഇതൊന്നും ആരോടും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇതിനിടയ്ക്ക് രേവതിക്കുട്ടി അലീനയെ വിളിക്കുകയാണ്. നിങ്ങളെല്ലാവരും അവിടെ സേഫായിട്ട് എത്തിയോ? എന്താ എന്നെ വിളിക്കാത്തതെന്നൊക്കെ ചോദിച്ചു. അത് പിന്നീട് വിളിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കൃഷ്ണമോളും കവിതയും എല്ലാവരും രേവതിക്കുട്ടിയോട് സംസാരിച്ചു. എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടി സംസാരിക്കുകയാണ്. രേവതിക്കുട്ടി പറഞ്ഞു, നിങ്ങളെല്ലാവരും പോയപ്പോൾ വീട് ഉറങ്ങിയതുപോലെയായി, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഭവിത പറഞ്ഞു, ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളെ മിസ് ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞു, എന്നാൽ ഇങ്ങോട്ട് പോര്, നമുക്കിവിടെ അടിച്ചു പൊളിക്കാം, നമുക്ക് വാഗമണിലേക്ക് പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് രോഹിത്തിനെ അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞപ്പോൾ കൃഷ്ണമോള് രോഹിത്തിന് ഫോൺ കൊണ്ടുപോയി കൊടുക്കുകയാണ്. രോഹിത്തിനോടും വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് അവർ ഫോൺ വെച്ചു. അലീന ചായയുമായി ബാലചന്ദ്ര മേനോൻ്റെ റൂമിലേക്ക് പോയി. അച്ഛാ, പോയ കാര്യമൊക്കെ എന്തായി എന്ന് ചോദിച്ചപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നിനക്ക് പറ്റിയ ഒരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു വലിയ എസ്റ്റേറ്റ് മുതലാളിയുടെ വീട്ടിലാണ്. അവിടെ കുറേ നായ്ക്കളുണ്ട്, പിന്നെ കുറച്ച് ജോലിക്കാരുമുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ ആവശ്യം അവിടെ എന്താണ്? അവിടെ ജോലിക്കാരുണ്ടെങ്കിൽ എന്നാലും ആ വീട് നോക്കാൻ വേണ്ടി ഒരാൾ വേണം, ആ പട്ടികളെ നോക്കാൻ തന്നെ ഒരാൾ വേണം, പിന്നെ ചെടികളൊക്കെ നനയ്ക്കണം. അതുകൊണ്ട് ഒരാളെ അവിടെ ആവശ്യമുണ്ട്. അയാൾക്ക് നിന്നെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. നിനക്ക് ഇതിനേക്കാൾ സേഫായിട്ടുള്ള ഒരിടം വേറെയില്ല, അവിടെ കിട്ടിയാൽ നല്ലതാണ് എന്നും ബാലചന്ദ്ര മേനോൻ പറഞ്ഞപ്പോൾ അലീന ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്.